Dear students, we are going to discuss the first chapter, Human Reproduction. First, we can see the reproductive events in humans. മനുഷ്യരിൽ ഏതെല്ലാം സ്റ്റേജസിലൂടെ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് കടന്നു പോകുന്നു എന്ന് നോക്കാം. ഫസ്റ്റ് ഗാമറ്റോജെനിസിസ്, ദെൻ ഇൻസെമിനേഷൻ, തേർഡ് ഫെർട്ടിലൈസേഷൻ, ഫോർത്ത് ഇംപ്ലാന്റേഷൻ, നെക്സ്റ്റ് ജെസ്റ്റേഷൻ ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് പാർച്ചുറേഷൻ. ഇത് ഓരോന്നും വിശദമായിട്ട് നോക്കാം. ഗാമറ്റോജെനിസിസ് ഇസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗാമേറ്റ്. അതായത് മനുഷ്യരിൽ ഗാമേറ്റ് ഉണ്ടാകുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഗാമറ്റോജെനിസിസ്. മെയിലാണെങ്കിൽ സ്പേം ആയിരിക്കും ഉണ്ടാവുക, ഫീമെയിൽ ആണെങ്കിൽ ഓവം. അപ്പോൾ സ്പേം പ്രൊഡക്ഷൻ ആണെങ്കിൽ സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയും, ഓവം പ്രൊഡക്ഷൻ ആണെങ്കിൽ ഊജെനിസിസ്. ഇത് ഏതുമാകാം. Gametogenesis is the process of formation of gametes. Insemination. It is the process of transfer of sperm into female reproductive system. Sperm ഫീമെയിലിലേക്ക് എത്തുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻസെമിനേഷൻ. ഇനി ഫെർട്ടിലൈസേഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് യൂണിയൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമെറ്റ്. സ്പേമും ഓവവും കൂടിച്ചേരുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ സൈഗോട്ട് ഉണ്ടാകുന്നു, സിക്താണ്ഡം. ഈ സൈഗോട്ട് ദെൻ അണ്ടർഗോസ് ഡിവിഷൻ. ദാറ്റ് ഡിവിഷൻ ഓഫ് സൈഗോട്ട് ഈസ് നോൺ ആസ് ക്ലീവേജ്. ക്ലീവേജ് വഴി സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് മോറുല, ബ്ലാസ്റ്റുല, ബ്ലാസ്റ്റോസിസ്റ്റ് തുടങ്ങിയ സ്റ്റേജസിൽ എത്തുന്നു. ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിലാണെങ്കിൽ ഇറ്റ് ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദി യൂട്രൈൻ വാൾ. That process is known as implantation. That means implantation is the process of attachment of blastocyst to the uterine wall. Then gestation. It is the period of embryonic development. ഇപ്പോൾ മനുഷ്യരിൽ ആ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ആ പീരിയഡിനെ പറയുന്ന പേരാണ് ജസ്റ്റേഷൻ പീരിയഡ്. ഇത് 280 days അല്ലെങ്കിൽ 40 weeks ആണ് സാധാരണ. അത് ഓരോ ജീവിയിലും ഈ ജസ്റ്റേഷൻ പീരിയഡ് വ്യത്യാസപ്പെട്ടിരിക്കും. പാർച്ചുറേഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡെലിവറി ഓഫ് ബേബി. അപ്പോൾ ഗ്യാമറ്റോജെനിസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ, ജസ്റ്റേഷൻ ആൻഡ് പാർച്ചുറേഷൻ ആർ ദി റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് ഇൻ ഹ്യൂമൻസ്. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് ടോപ്പിക്, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതായത് പുരുഷന്മാരിലെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ടെസ്റ്റിസ്, വൃഷണങ്ങൾ. അസസറി ഡക്റ്റ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഡക്റ്റുകൾ. ഗ്ലാൻസ്, ഗ്രന്ഥികൾ. ദെൻ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഓക്കെ, ഈ 4 മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ടെസ്റ്റിസ്, അസസറി ഡക്റ്റ്, ഗ്ലാൻസ്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ. Here you can see the sectional view of male reproductive system. പുരുഷന്മാരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു സെക്ഷണൽ വ്യൂ ആണ് ഈ സ്ലൈഡിൽ. ഇറ്റ് കണ്ടെയ്ൻസ് മെയിൻ പാർട്സ് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഏതെല്ലാമാണ്? ടെസ്റ്റിസ്, സ്ക്രോട്ടം, സ്പേം ഡക്റ്റ്, മെയിൽ ഗ്ലാൻഡ്സ് ലൈക്ക് ബൾബോറിത്രൽ ഗ്ലാൻഡ്, സെമിനൽ വെസിക്കിൾ, എക്സെട്ര. It is the diagram of testis. Testis is present in the pelvis region of man. പുരുഷന്മാരിലെ പെൽവിസ് റീജിയനിലാണ് ടെസ്റ്റിസ് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ അബ്ഡമിനൽ ക്യാവിറ്റി. അബ്ഡമൻ്റെ പുറത്തായിട്ട്. യൂഷ്വലി എ മെൻ പൊസസ് 2 testis. ഒരാളിൽ ഒരു ജോഡി ടെസ്റ്റിസ് ഉണ്ടായിരിക്കും. ദിസ് ടെസ്റ്റിസ് ഈസ് പ്രസൻറ്റ് ഇൻ എ പൗച്ച്. ഇറ്റ് ഈസ് നോൺ ആസ് സ്ക്രോട്ടം. ടെസ്റ്റിസ് സ്ഥിതി ചെയ്യുന്ന പൗച്ച് ലൈക്ക് സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് വൃഷണ സഞ്ചി. ദെൻ വൈ ദിസ് ടെസ്റ്റിസ് ഈസ് പ്രസൻറ്റ് ഇൻ സ്ക്രോട്ടം ഓർ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദിസ് സ്ക്രോട്ടം? എന്താണ് സ്ക്രോട്ടത്തിൻ്റെ ഫങ്ഷൻ? സ്ക്രോട്ടം മെയിൻറ്റെയിൻ ദ ലോ ടെമ്പറേച്ചർ ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് സ്പേം വിത്തിൻ ദി ടെസ്റ്റിസ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് സ്പേംസ്. അതായത് സ്പേമിന് ശരിയായ രീതിയിലുള്ള ഡെവലപ്മെൻറ്റിന് ശരീരത്തിൻ്റെ ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചർ വേണം.
ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സ്ക്രോട്ടമാണ്. ദാറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് സ്ക്രോട്ടം. ടെസ്റ്റിസിൻ്റെ ലെങ്ത്ത് 4 to 5 സെൻറ്റിമീറ്റർ ഉണ്ടാകും. വിഡ്ത്ത് ഏകദേശം 2 to 3 സെൻറ്റിമീറ്റർ വരും. ഇനി ഓരോ ടെസ്റ്റിസിനും ഇറ്റ് കണ്ടെയ്ൻസ് 250 കമ്പാർട്ട്മെൻറ്റ്സ് നോൺ ആസ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന കമ്പാർട്ട്മെൻറ്റ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ദെൻ ഈച്ച് ലോബ്യൂൾ കണ്ടെയ്ൻസ് 1 to 3 ഹൈലി കോയിൽഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഓരോ ലോബ്യൂളിൻ്റെ ഉള്ളിലും 1 മുതൽ 3 വരെ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾ കാണപ്പെടും. ദെൻ ദ റീജിയൻ ഔട്ട്സൈഡ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഈസ് കോൾഡ് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ്. അതായത് സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ പുറത്ത് കാണപ്പെടുന്ന സ്പേസിനെ പറയുന്ന പേരാണ് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ്. അവിടെയാണ് ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് ഓർ ലേഡിക് സെൽസ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദി structure of seminiferous tubules. Seminiferous tubules contains 2 types of cells. Seminiferous tubulesൻ്റെ ഉള്ളിൽ 2 ടൈപ്പ് സെൽസാണ് കാണപ്പെടുന്നത്. ഫസ്റ്റ് വൺ ഈസ് മെയിൽ ജേം സെൽ, സെക്കൻഡ് വൺ സെർട്ടോളി സെൽസ്. മെയിൽ ജേം സെൽസിന് പൊതുവായി പറയുന്ന പേരാണ് സ്പെർമാറ്റോഗോണിയ. സ്പേം പ്രൊഡ്യൂസിങ് സെൽസാണ് സ്പെർമാറ്റോഗോണിയ. ഇപ്പോൾ മെയിൽ ജേം സെൽസ് പല സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് ആയിട്ട് കാണപ്പെടുന്നു. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, അങ്ങനെ ഇവയെ ദേ ആർ കളക്റ്റീവ്ലി നോൺ ആസ് സ്പെർമാറ്റോഗോണിയ. ദേ അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് sperm. Then Sertoli cells, it is present within the seminiferous tubule. It provides nutrition to the germ cells. അതായത് ഈ സ്പേംസിന് വളർന്നു വരുന്ന ജേം സെൽസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ നൽകുന്നത് സെർട്ടോളി സെൽസ് ആണ്. Then interstitial space, that is the space outside the seminiferous tubule, contains blood vessels and interstitial cells or Leydig cells. ഈ ലേഡിക് സെൽസ് ആണ് പ്രധാനപ്പെട്ട ടെസ്റ്റിക്കുലർ ഹോർമോണായ ആൻഡ്രോജൻ. ദിസ് ആൻഡ്രോജൻ ഈസ് പ്രൊഡ്യൂസിങ് ബൈ ലേഡിക് സെൽസ്. നെക്സ്റ്റ് we can see the male accessory ducts, that is the part of sperm duct. First part of sperm duct is recti testis, that is the seminiferous tubule in testis open into recti testis. Seminiferous tubule പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന ആദ്യത്തെ പാർട്ടിനെ പറയുന്ന പേരാണ് recti testis. Then this recti testis is then followed by vasa efferentia, that is the second part of sperm duct. Then vasa efferentia leads to epididymis. Epididymis എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ ദി ടെമ്പററി സ്റ്റോറേജ് ഓഫ് സ്പേം. സ്പേംസ് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ട്യൂബ്യൂളിലെ ഡക്റ്റിലെ സ്പേസാണ് എപ്പിഡിഡൈമിസ്. എപ്പിഡിഡൈമിസ് ഈസ് ദെൻ ഫോളോഡ് ബൈ vas deferens. Vas deferens opens into urethra as ejaculatory duct. Then ejaculatory duct ആണ് സ്റ്റോർ ചെയ്യുന്നത് സ്പേംസിനെ. Then it also transports sperm from testis to outside. ejaculatory duct വഴിയാണ് സ്പേം പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ ഫ്ലോ ചാർട്ട് ഓഫ് സ്പേം ഡക്റ്റ്, ഫസ്റ്റ് പാർട്ട് റെസ്റ്റി ടെസ്റ്റിസ്, then vasa efferentia, then epididymis, then vas deferens, then ejaculatory duct. The male external genitalia, it is known as penis. This penis, its secretion of this penis facilitates insemination. Insemination പ്രോസസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിൽ ഈ പെനിസിൻ്റെ സെക്രീഷൻ ഒരു പങ്കുണ്ട്. Then enlarged portion of penis is known as glans penis. Then this penis contains a loose fold of skin. That skin is known as foreskin. The male external genitalia പറയുന്ന പേരാണ് പെനിസ്. പെനിസിൻ്റെ enlarged portion പറയുന്ന പേരാണ് glans penis. Then പെനിസിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ, മൃദുവായ ത്വക്കിനെ പറയുന്ന പേരാണ് ഫോർസ്കിൻ. The male accessory glands, seminal vesicle, prostate gland
ആൻഡ് ബർബോറിത്രൽ ഗ്ലാൻഡ് ആർ ദി മെയിൽ അസസറി ഗ്ലാൻഡ്സ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥികളാണ് സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോറിത്രൽ ഗ്ലാൻഡ് എന്നിവ. ഇവയുടെ സെക്രീഷൻ കോമൺലി കോൾഡ് സെമിനൽ പ്ലാസ്മ. സെമിനൽ പ്ലാസ്മ എന്നാണ് ഇവയുടെ സെക്രീഷൻ പൊതുവായി അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് റിച്ച് ഇൻ ഫ്രക്ടോസ്, കാൽസ്യം ആൻഡ് സെർട്ടേൺ എൻസൈംസ്. ഇതുകൂടാതെ സെക്രീഷൻ ഓഫ് ബൾബോറിത്രൽ ഗ്ലാൻഡ്സ് ഹെൽപ്പ് ഇൻ ലൂബ്രിക്കേഷൻ ഓഫ് ദി പെനിസ്. പെനിസിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാന പങ്ക് ഈ ബൾബോറിത്രൽ ഗ്ലാൻഡിൻ്റെ സെക്രീഷന് ഉണ്ട്.